ഒരൊറ്റ ആഴ്ച കൊണ്ട് വെളുക്കാൻ നോക്കിയാൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ കിഡ്നി തന്നെ നഷ്ടമായേക്കാം. വെളുക്കാൻ വേണ്ടി പാകിസ്ഥാനി ഗോരി ക്രീം ഉപയോഗിച്ച 18 സ്ത്രീകളുടെ വൃക്കയാണ് തകരാറിലായത്. ക്രീമിന് അനുവദനീയമായ മെർക്കുറിയുടെ അളവ് 1 ppm ആണെങ്കിൽ ഈ ക്രീമിൽ കണ്ടെത്തിയത് 24,000 ppmനും മുകളിലായിരുന്നു. ഈ അമിതമായ മെർക്കുറി നമ്മുടെ ചർമ്മത്തിലെ മെലാനിൻ ഉൽപ്പാദനത്തെ തടയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വെളുത്തതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ മെർക്കുറി നമ്മുടെ രക്തത്തിൽ കലർന്ന് നമ്മുടെ അവയവങ്ങളെ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റിലൂടെയും കിടക്കയിലൂടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും ഇത് ബാധിക്കാം. ഒരൊറ്റ ഗോറി ക്രീമിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ക്രൈം. മുഖക്കുരുവിനും കരിമംഗലത്തിനും ഒരൊറ്റ പ്രൊഡക്റ്റ് മതി എന്ന വ്യാജ വാഗ്ദാനങ്ങളുമായിട്ട് നിരവധി പ്രൊഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്രധാനമായും കൃത്യമായ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റോ മാനുഫാക്ചറുടെ അഡ്രസ്സോ ഇത്തരം ക്രീമുകളിൽ ഉണ്ടാവില്ല. അംഗീകൃതമായ ഏതൊരു പ്രൊഡക്റ്റിലും ഇത്തരം വിവരങ്ങൾ നൽകേണ്ടത് നിയമപരമായി നിർബന്ധമാണ്. അതുപോലെ സുരക്ഷിതമായ ഏതൊരു ക്രീം റിസൾട്ട് നൽകാനായിട്ട് 4 മുതൽ 6 ആഴ്ച വരെ എടുക്കാറുണ്ട്. 100% ഗ്യാരണ്ടിയോടെ ദിവസങ്ങൾക്കുള്ളിൽ ഫെയർനെസ് വാഗ്ദാനം ചെയ്യുന്ന ക്രീമുകളെ സൂക്ഷിക്കുക. ഇന്ത്യയിലെ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് പ്രകാരം ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് പോലും നിയമപരമായി ശിക്ഷാർഹമാണ്. ഒരു അംഗീകൃത ബ്രാൻഡും ഇത്തരം മോഹന വാഗ്ദാനങ്ങൾ നൽകുകയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ സൈഡ് എഫക്ട്സോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു അവയർനെസ് ആയിരിക്കും.